الرحيم فما أوتيتم من شيء فمتاع الحياة الدنيا وما عند الله خير وأبقى للذين آمنوا وعلى ربهم يتوكلون يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلى أمة سيدنا ومولانا محمد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നാം ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ സ്വരോഗ സ്വർഗത്തിൽ നമ്മെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, സ്നേഹിച്ചിരുന്നവർ, ഭക്ഷണം നൽകിയിരുന്നവർ, പ്രത്യേകിച്ച് ഈ പള്ളിക്ക് ചുറ്റും മറവട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ, അല്ലാഹുവേ അവരുടെ എല്ലാം ബർസഖിയായ ലോകം നീ ഖൈറിലാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. സുഖമില്ലാതെ ഞങ്ങളുടെ വീടുകളിലും ഹോസ്പിറ്റലുകളിലുമൊക്കെ കഴിയുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. അല്ലാഹുവേ അവരുടെ എല്ലാവരുടെയും രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. ഇബാദത്തുകൾക്ക്, ജോലികൾക്ക് തടസ്സമാകുന്ന രോഗങ്ങളെ നൽകി ഞങ്ങളെ ആരെയും നീ പരീക്ഷിക്കരുതേ റഹ്മാനെ. വിശാലമായി സംസാരിക്കുകയല്ല, ഇന്നത്തെ ഖുതുബയിലൂടെ നമ്മോട് പറയുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത്. ദുനിയാവിലുള്ള നമ്മുടെ ജീവിതം അത് ചുരുങ്ങിയ കാലഘട്ടത്തിലുള്ള ഒരു ജീവിതമാണ്. ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ വിഭവങ്ങളും താൽക്കാലികമാണ്. എന്നെന്നും ശേഷിക്കുന്ന വിഭവങ്ങളും ഈ ഭൂമിയിൽ നിങ്ങൾക്ക് നൽകിയ വിഭവങ്ങളെക്കാൾ ഉത്തമമായ വിഭവവും എന്നെന്നും ശേഷിക്കുന്ന നിങ്ങളുടെ കാലയളവും ആയുസ്സുമെല്ലാമുള്ള ഒരു ലോകം. ആ ലോകത്ത് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് ചില ആളുകൾക്കാണ്. ആ ആളുകളെ കുറിച്ചാണ് ഇന്നത്തെ ഖുതുബയിലൂടെ നമ്മോട് പറയുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഈ ശബ്ദത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട ഗുണം പരലോകത്ത് അല്ലാഹു തആല എനിക്ക് നൽകുമോ? എൻ്റെ ജീവിതം അതിന് സംശുദ്ധമാണോ എന്ന് നാം ചിന്തിക്കുകയും, ഇനി അങ്ങനെ അല്ല എങ്കിൽ ആ സംശുദ്ധമായ ജീവിതം കരസ്ഥമാക്കിയെടുക്കാൻ നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിൽ ചില തിരുത്തലുകൾ കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് ഞാനും നിങ്ങളുമൊക്കെ വിശുദ്ധ ഖുർആനിന്റെ ഈ അധ്യാപനങ്ങൾ കേട്ട് മനസ്സിലാക്കേണ്ടത്. സൂറത്തു ശൂറയിലൂടെ അല്ലാഹു തആല നമ്മോട് പറയുകയാണ്, ഫമാ ഊതീതും മിൻ ശൈഇൻ ഫമതാഉൽ ഹയാത്തിദ് ദുനിയ. നിങ്ങൾക്ക് നൽകപ്പെട്ടതായ എന്ത് വസ്തുവും എന്തും ദുന്യവിയായ ഐഹികമായിട്ടുള്ള ഈ ലോകത്ത് നിങ്ങൾക്ക് നൽകപ്പെട്ട ഇതെല്ലാം താൽക്കാലികമായിട്ടുള്ള ചില വിഭവങ്ങൾ മാത്രമാണ്. വമാ ഇൻദല്ലാഹി ഖൈറുൻ വഅബ്ഖാ. അല്ലാഹുവിൽ ഉള്ളതാണ് എന്നെന്നും ശേഷിക്കുന്നതും ഈ ഭൂമി ലോകത്ത് നിങ്ങൾക്ക് നൽകിയതിനേക്കാൾ ഉത്തമമായത്. ഈ രണ്ട് വാക്കുകൾ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കുക. ദുന്യാവിൽ നമുക്ക് നൽകിയതെന്തും താൽക്കാലികമാണ്. അത് നശിച്ചു പോകും. നമ്മുടെ വീടാവട്ടെ, നമ്മുടെ വാഹനങ്ങളാവട്ടെ, നമ്മുടെ സമ്പാദ്യങ്ങളാവട്ടെ, ഭൂസ്വത്തുകളാവട്ടെ, എന്തെല്ലാം നമുക്കുണ്ടോ ഇതെല്ലാം താൽക്കാലികമാണ്. അല്ലാഹു പറയാണ് ഖുർആനിലൂടെ, താൽക്കാലികമായ വിഭവങ്ങളാണ്. ഇതൊന്നും കാലാകാലം നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ഇതൊന്നൊക്കെ നമ്മുടേതല്ലാത്ത ഒരവസ്ഥ ഈ ലോകത്തുണ്ടാകും. നമ്മുടെ വീട് നമ്മുടെ പേരിൽ നിന്ന് മാറ്റും, നമ്മുടേതല്ലാതെയായി മാറും. നമ്മുടെ ഭൂസ്വത്തുക്കൾ, നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആധാരം, അതൊക്കെ മറ്റൊരാളുടെ പേരിലേക്ക് മാറും. നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനം, അത് മറ്റൊരാളുടെ പേരിലേക്ക് മാറും. നമ്മുടെ സമ്പത്തിന്റെ വിവിധ തലങ്ങൾ ഏതെല്ലാം തലങ്ങളിലുണ്ടോ അതെല്ലാം മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റപ്പെടും. ഇത് ഷുവറല്ലേ? നമ്മൾ മരിക്കുന്നതോടുകൂടെ ഇതെല്ലാം മറ്റൊരാൾക്ക് അവകാശപ്പെടുകയില്ലേ? നമ്മുടെ വീടിന്റെ അപ്പുറവും ഇപ്പുറവും നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഒരു 25 കൊല്ലം മുമ്പ് എന്റെ വീടിന്റെ അപ്പുറം ആരുടേതായിരുന്നു, ഇന്ന് അതാരുടേതാണ്.
ഓരോ ആളുകളും നമ്മൾ ചിന്തിച്ചാൽ ഈ ആയത്തിന് വളരെ വ്യക്തമായ ഉത്തരം നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഫമാ ഊതീതും മിൻ ശൈഇൻ ഫമതാഉൽ ഹയാത്തുദ് ദുനിയാ, ദുനിയാവിൽ നിങ്ങൾക്ക് നൽകപ്പെട്ടതെല്ലാം അത് താൽക്കാലികമായിട്ടുള്ള വിഭവങ്ങൾ മാത്രമാണ്. വമാ ഇൻദല്ലാഹി ഖൈറുൻ വഅബ്ഖാ, അല്ലാഹുങ്കലുള്ളതാണ് എന്നെന്നും ശേഷിക്കുന്നത്. അല്ലാഹുങ്കലുള്ളതാണ് നിങ്ങൾക്ക് ഭൂമിയിൽ നൽകപ്പെട്ടതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത്. അതുകൊണ്ട് ഈ ജനങ്ങളെ, ഇത് ആർക്കാണ് അല്ലാഹു വെച്ചിട്ടുള്ളത്? ഭൂമിയിൽ ആർക്കും ഇത് അനുഭവിക്കാൻ ഒരുപാട് കാലമില്ലെങ്കിൽ പരലോകത്തുള്ള ഈ ഉത്തമമായ ഈ കാര്യം ആർക്കാണ് അല്ലാഹു നൽകുന്നത്? അത് ലില്ലദീന ആമനൂ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾ, സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ, അല്ലാഹുവിൽ എല്ലാ കാര്യവും ഏൽപ്പിക്കുന്ന ആളുകൾ, ഭരമേൽപ്പിക്കുന്ന ആളുകൾ, തവക്കുലാക്കുന്നവർ. ഒന്നാമതായി പരലോകത്തുള്ള ഗുണം കിട്ടണമെങ്കിൽ നമ്മുടെ സൃഷ്ടാവായ ദൈവം തമ്പുരാനെ അംഗീകരിക്കണം, വിശ്വസിക്കണം. ദൈവമില്ല എന്ന് വിശ്വസിച്ചാൽ ഈ പറയുന്ന ഗുണം ലഭിക്കില്ല. യുക്തിവാദികൾ അനുസരിച്ച് വളരുന്ന കാലമാണല്ലോ ഇത്. അവർക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ വേണ്ടി, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി അവർ കാട്ടിക്കൂട്ടുന്ന ചില ഡയലോഗുകളാണ് ദൈവമില്ല, നമ്മളാരെയും നിയന്ത്രിക്കാനില്ല, മറ്റൊരാൾക്ക് ഉപദ്രവമല്ലാത്തതല്ല നമുക്കും ചെയ്യാം എന്ന ഒരു പറച്ചിൽ. അതല്ല, ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ നിയന്ത്രണങ്ങളിലൂടെയാണ്. ഒരു രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ് നിയന്ത്രണങ്ങളിലൂടെയാണ്. ഒരുപാട് നിയമങ്ങൾ ആ രാഷ്ട്രത്തിനുണ്ടാകും. അത് ആ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. വേറൊരു രാജ്യത്തേക്ക് നമുക്ക് പോകണമെങ്കിൽ പാസ്പോർട്ട് വേണം, അതിന്റെ നിയമങ്ങൾ പാലിക്കണം. വാഹനം ഓടിക്കണമെങ്കിൽ അതിൻ്റെതായ നിയമങ്ങൾ പാലിക്കണം. വീട് വെക്കണമെങ്കിൽ അതിൻ്റെതായ നിയമങ്ങൾ പാലിക്കണം. ഈ നിയമങ്ങളും നിയന്ത്രണങ്ങളും മനുഷ്യന് സുഖകരമായി ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയാണ്. ഇത് തന്നെ റബ്ബ് തആലയിൽ വെച്ചിട്ടുള്ളൂ. നമുക്കുള്ള ഓരോ നിസ്കാരത്തിന്റെ ടൈമാണെങ്കിലും, സക്കാത്താണെങ്കിലും, ഹജ്ജാണെങ്കിലും, നമ്മുടെ അയൽക്കാരനോടുള്ള കടമകളാണെങ്കിലും, കുടുംബങ്ങളോടുള്ള കടമകളാണെങ്കിലും, ഇതെല്ലാം റബ്ബ് തആല ഈ നിയമങ്ങളും പരിധികളും വെച്ചിട്ടുള്ളത് നമ്മുടെ സുന്ദരമായ ജീവിതത്തിന് വേണ്ടിയാണ്. എന്നാൽ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ വേണ്ടി ഒരാൾ പറയുകയാണ്, അല്ലാഹുവില്ല, ദൈവമില്ല, ഒരു സൃഷ്ടാവില്ല. അത് അംഗീകരിക്കാത്ത ഒരാൾക്ക് എന്നെ സൃഷ്ടിച്ച ഒരു ശക്തിയില്ല, ഒരു ദൈവമില്ല, ഒരു സൃഷ്ടാവില്ല എന്ന് വാദിച്ചാൽ അവന് പരലോകത്ത് ഒരിക്കലും ഗുണം പിടിക്കുകയില്ല. ഈ ലോകത്തും ഗുണം പിടിക്കൂല, പരലോകത്തും ഗുണം പിടിക്കൂല, അതുറപ്പാ. എന്നെന്നും ശേഷിക്കുന്ന പരലോകത്തെ ഗുണം ലഭിക്കുന്ന ഒന്നാമത്തെ വിഭാഗം ലില്ലദീന ആമനൂ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്ന ആളുകളാവണം. പിന്നെയോ വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അല്ലാഹുവിലെല്ലാം ഭരമേൽപ്പിക്കുന്ന ആളുകളാവണം. തവക്കുലിനെ കുറിച്ച് 2-3 വെള്ളിയാഴ്ച മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതാണ്. അതുകൊണ്ട് അതിനെ ഞാൻ വിശദീകരിക്കുന്നില്ല. 2 ആളുകളെ വിഭാഗത്തെ നമ്മൾ പറഞ്ഞു. അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവർ, അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നവർ. പിന്നെ ആരാണ്? വല്ലദീന യജ്തരിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ്. വല്ലദീന, ഒരു വിഭാഗം ആളുകളും കൂടെയാണ്. യജ്തനിബൂന, അവർ ഒഴിവാക്കും. കബായിറൽ ഇസ്മി, വൻ പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവർ. മാതാപിതാക്കളെ ദ്രോഹിക്കുക, അയൽക്കാരെ ദ്രോഹിക്കുക, പലിശ മേടിക്കുക, പരദൂഷണം പറയുക, ഇങ്ങനെയുള്ള ഒരുപാട് തിന്മകളുടെ ഇനങ്ങളുണ്ട്. ഈ ഇനങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്ന് അതിനെയൊക്കെ ഒഴിവാക്കുന്ന ആളുകൾ. അതേപോലെ വൽ ഫവാഹിഷ, വഷളൻ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ. ആളുകൾ കേട്ടാൽ അയ്യേ എന്ന് പറയുന്ന വഷളൻ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ, അവർക്കും അത് കിട്ടൂല. അങ്ങനെ ചെയ്യാത്ത ആളുകൾ, അവർക്കാണ് പരലോകത്ത് എന്നെന്നും ശേഷിക്കുന്ന ഗുണം. വഇദാ മാ ഗളിബൂഹും യഗ്ഫിറൂൻ, അതേപോലെ ദേഷ്യം വരുന്നവരോട്, അവർക്ക് ദേഷ്യം വരുന്ന സമയത്ത് പൊറുക്കുന്ന ആളുകൾ.
നമുക്ക് അതിയായ ദേഷ്യം ഒരാളോട് വന്നു, നമുക്ക് വേണമെങ്കിൽ അയാളെ 2 എണ്ണം പൊട്ടിക്കാം, അയാൾക്ക് നമുക്ക് എന്തെങ്കിലും പണി കൊടുക്കാൻ കഴിയും. നമ്മൾ മേലുദ്യോഗസ്ഥനാണ്, നമ്മളോട് അതിയായ അയാളോട് ദേഷ്യം തോന്നി, എങ്കിലും അയാളോട് നമ്മൾ പൊറുക്കുക. എന്നാ പിന്നെ ഉദ്യോഗസ്ഥരായ ആളുകൾ ജോലി ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ ക്രമക്കേടുകൾ തൊഴിലാളികൾ കാണിച്ചാൽ അതൊക്കെ പുറത്തു കൊടുക്കണമെന്നാണോ? അല്ല, അതിന് അതിൻ്റെതായ ശിക്ഷാ നടപടികൾ കൊടുക്കണം. നമ്മൾ പൊറുക്കുന്നത് കൊണ്ട് അത് നമ്മുടെ ഒരു ദൗർലഭ്യമായിട്ട് കാണുകയും വീണ്ടും അത് ആവർത്തിക്കുകയും ചെയ്യും എന്നൊക്കെ ഉറപ്പുള്ള ആളുകളാണെങ്കിൽ അവരോട് പൊറുക്കാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് അത് ഇതിന്റെ അവസാന ഭാഗത്തിന് വരുന്നുണ്ട്, അപ്പൊ നമുക്ക് പറയാം. അതല്ല, സാഹചര്യം സന്ദർഭം അനുസരിച്ച് അദ്ദേഹം ചെയ്യാറില്ല, അറിയാതെ വന്നു പോയതാണ്, നമുക്ക് പൊറുക്കാവുന്നതേ ഉള്ളൂ എങ്കിൽ അവർക്കൊക്കെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, അങ്ങനെയുള്ളവർക്കും. പിന്നെയോ ഖുർആൻ പറയുന്നത് അടുത്തത്, വല്ലദീന യജ്തനിബൂനൽ കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ് വഇദാ മാ ഗളിബൂഹും യഗ്ഫിറൂൻ വല്ലദീന ജ്താബൂ ലിറബ്ബിഹിം. അള്ളാഹുവിന് ഉത്തരം നൽകുന്ന ആളുകൾ, തന്റെ രക്ഷിതാവിന് ഉത്തരം നൽകുന്നവർ, അള്ളാഹു നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുക, അത് അള്ളാഹുവിനുള്ളൊരു ഉത്തരം നൽകലാണ്. എന്തെല്ലാം ചെയ്യാൻ പറഞ്ഞോ ആ കാര്യങ്ങൾ അനുഷ്ഠിക്കുകയും എന്തെല്ലാം ഒഴിവാക്കാൻ പറഞ്ഞോ ആ കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഈ കൽപ്പനകളെ അനുസരിക്കുന്ന ആളുകൾ, അള്ളാഹുവിന് ഉത്തരം നൽകുന്ന ആളുകൾ. പിന്നെ ആരാണ്? നിസ്കാരം നിലനിർത്തുന്ന ആളുകൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ് നിസ്കാരം. എവിടെയാണെങ്കിലും, യാത്രകളിലാണെങ്കിലും അല്ലാതെയും ഒക്കെ നിസ്കാരം നമ്മൾ കറക്റ്റ് ആക്കണം. ശരിക്കും യഥാർത്ഥത്തിലുള്ള ഒരു മുസ്ലിമിന്റെ ജീവിതം എത്ര സുന്ദരമാണ്. ആധുനികമായ ശാസ്ത്രം വിധി എഴുതുന്നത് നിങ്ങൾ നേരത്തെ ഉറങ്ങി നേരത്തെ എണീക്കണം എന്നാണ്. നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഇശാ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വെറുതെ സംസാരിച്ചിരിക്കരുത്. ദീനിയായ കാര്യങ്ങളല്ല എങ്കിൽ നിങ്ങൾ വേഗം കിടന്നുറങ്ങണം, നേരത്തെ എണീക്കണം. ഇന്ന് ഒരുപാട് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാവാനും പല പ്രശ്നങ്ങൾക്കും പല രോഗങ്ങളുടെയൊക്കെ ഒരു പ്രധാന കാരണം ഉറങ്ങേണ്ട സമയത്ത് നമ്മൾ ഉറങ്ങുന്നില്ല എന്നതും ഉണരേണ്ട സമയത്ത് ഉണരുന്നില്ല എന്നതുമാണ്. നബി തങ്ങൾ പഠിപ്പിച്ച ഒരു രീതി ഇങ്ങനെയാണ്: രാവിലെ എണീറ്റുകൊണ്ട് പള്ളിയിലേക്ക് നടന്നു വരണം. വീട്ടിൽ നിന്ന് ഒരാൾ വുളൂ ചെയ്ത് പള്ളിയിലേക്ക് നടന്നു വന്നാൽ ഓരോ ചവിട്ടടിക്കും അതിന് കൂലിയുണ്ട്. ഒരു ചവിട്ടടിക്ക് അല്ലാഹു പരലോകത്ത് നന്മ ചെയ്യുകയും അടുത്ത കാല് വെക്കുമ്പോ അതിനൊരു പാപം അല്ലാഹു തആല മായ്ച്ചു കളയുകയും ചെയ്യും എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിലേക്ക് നടന്നു വരണമെന്നാണ്, അതാണ് അഫ്ളൽ. ഇനി വാഹനത്തിൽ ഒരാൾ വന്നാൽ അത് തെറ്റല്ല, അഫ്ളലിനെതിരാണ്. നമുക്ക് വേദനയുണ്ട്, നടക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ വാഹനത്തിൽ വന്നോളൂ, കുഴപ്പമില്ല. ഹദീസുകളിൽ പ്രത്യേകം കാണാം നടന്നു വരിക എന്നാണ്. ചവിട്ടടിയുടെ മഹത്വം പറയുന്നതൊക്കെ അതുകൊണ്ടാണല്ലോ. എന്നാൽ ആധുനിക ശാസ്ത്രം നമ്മളോട് പറയുന്നത് എന്താ? ആരോഗ്യപരമായിട്ട് രാവിലെ എണീറ്റുകൊണ്ട് അവൻ നടക്കണമെന്നല്ലേ പറയുന്നത്. അപ്പൊ സുബഹിക്ക് എണീറ്റുകൊണ്ട് ഒരാൾ പള്ളിയിലേക്ക് വന്നാൽ അള്ളാഹു അവനോട് കൽപ്പിച്ച കാര്യവും അവന് പൂർത്തീകരിച്ചു. അവന്റെ ആരോഗ്യത്തിനും അത് അത്യുത്തമമാണ് എങ്കിൽ എത്ര സുന്ദരമായിട്ടുള്ള ഒരു ആരോഗ്യത്തിന്റെ മേഖലയാണ് നമുക്ക് അള്ളാഹു തആല വെച്ചിട്ടുള്ളത്. ഒരു ദിവസം 5 നേരം അവന്റെ മുഖവും മുൻകൈയും ഒക്കെ കഴുകുമ്പോ അവന്റെ ഈ ഭാഗങ്ങളിലൊന്നും അഴുക്കുണ്ടാവില്ല. ഒരു മനുഷ്യ ശരീരത്തിന്റെ അഴുക്ക് പറ്റുന്ന ശരീരഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ മുഖം, നമ്മുടെ കൈകൾ, നമ്മുടെ കാലുകൾ, ബാക്കിയുള്ളടത്തൊക്കെ വസ്ത്രങ്ങൾ ഉണ്ടാകും. പൊടിയാണെങ്കിലും അല്ലാതെയും ഒക്കെ പറ്റിപ്പിടിക്കാൻ സാധ്യതയുള്ളത് ഈ സ്ഥലങ്ങളിലാണ്. 5 നേരം ഒരു ദിവസം ഒരു മനുഷ്യൻ ഇതൊക്കെ കഴുകുമ്പോ അത്രത്തോളം രോഗമുക്തി ആ മനുഷ്യന് നേടിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതും ഒരു വാസ്തവമല്ലേ? ഇങ്ങനെ നമുക്ക് വെച്ചിട്ടുള്ള ആരാധനാ ക്രമങ്ങൾ തന്നെ നമ്മുടെ സംശുദ്ധമായ ഒരു ആരോഗ്യ രീതി അനുസരിച്ചാണ്. ഞാൻ ആ വഴിയിലേക്ക് പോവുകയല്ല. അപ്പൊ നിസ്കാരം അത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഭൗതികമായി നമ്മൾ ചിന്തിച്ചാലും ആത്മീയമായി ചിന്തിച്ചാലും നിസ്കാരം നിലനിർത്തുന്നവർ, അള്ളാഹു പറയാണ് അടുത്തത്, വഅംറുഹും ശൂറാ ബൈനഹും, അവരുടെ കാര്യങ്ങൾ പരസ്പരം കൂടിയാലോചനകളിൽ
ആലോചനകളിലൂടെ തീരുമാനമെടുക്കുന്നവർ. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കുടുംബകലഹങ്ങളില്ലാതിരിക്കാൻ, ബന്ധങ്ങൾ എപ്പോഴും നല്ല രീതിയിൽ നിലനിർത്താൻ, നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, ചില തീരുമാനങ്ങൾ സ്വന്തമായിട്ടെടുക്കാതെ കൂടിയാലോചനകളിലൂടെ തീരുമാനമെടുക്കുന്നവർ. ഖുർആനിന്റെ അധ്യാപനമാണ്. എന്താ അത് പറയാനുള്ള കാരണം? കലഹങ്ങളും പ്രശ്നങ്ങളും ഒരു വീട്ടിലും കുടുംബങ്ങളിലും ഒഴിവാക്കാൻ. കാരണം സ്വന്തമായിട്ട് ആരോടും കൂടിയാലോചിക്കാതെ സ്വയഷ്ടപ്രകാരം ഓരോന്ന് ചെയ്യുമ്പോ ആളുകൾ ഇവരിൽ നിന്ന് അകലും, ബന്ധങ്ങൾ ഉലയും. ബന്ധങ്ങൾക്ക് ഇസ്ലാം വളരെയേറെ മൂല്യം കൊടുക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. ഈ ബന്ധങ്ങൾ നിലനിൽക്കണം. അതിനുവേണ്ടി നിങ്ങൾ കാര്യങ്ങൾ കൂടിയാലോചനകളിലൂടെ ചെയ്യണേ. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്കും പരലോകത്ത് എന്നെന്നുമുള്ള ഗുണമുണ്ട്. ഖുർആൻ പറയുന്നു പിന്നെയോ, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർക്ക് നൽകിയതിൽ നിന്ന് ചിലവഴിക്കുന്നവർ. കാശുണ്ടായിട്ട് കാര്യമില്ല, ഇനി ഇല്ലാതെ നിന്നിട്ടും കാര്യമില്ല. കൊടുക്കുക എന്നുള്ളത് അതിനൊരു മനസ്സുണ്ടെങ്കിലേ അത് കഴിയുള്ളൂ. മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി ഇന്ന എന്ന് പറഞ്ഞ് ആരും നമ്മളടുത്ത് ഒന്നും തരൂല. എന്റെ അടുത്ത് വേറെ ഒരാൾക്ക് കൊടുക്കണം എന്ന് വിചാരിച്ച് ആരും ഒന്നും തരൂല. നമ്മളെ ആവശ്യങ്ങളും നമ്മുടെ കാര്യങ്ങളും ഒക്കെ നടക്കുന്നതിന്റെ ഇടയിലും മറ്റൊരാളുടെ വിഷമം കണ്ടാൽ, മറ്റൊരാളുടെ പ്രശ്നങ്ങൾ കണ്ടാൽ കൊടുക്കാൻ തോന്നണം. നിർബന്ധമായും കൊടുക്കേണ്ടതാണ് സക്കാത്ത്. മനസ്സറിഞ്ഞുകൊണ്ട് ഓരോ സാഹചര്യത്തിലും സന്ദർഭത്തിനും അനുസരിച്ച് അവന്റെ വിഷമങ്ങൾ നമ്മൾ മനസ്സിലാക്കി അവർക്ക് കൊടുക്കണം. അത് സ്വതക്കയാണ്. ഇനി ഒരാളെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അത് ഹദിയയാണ്, സമ്മാനങ്ങൾ. അതും പുണ്യമുള്ളതാണ്, സുന്നത്തായ കാര്യം തന്നെയാണ്. അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നതായ ആളുകൾ. ഓരോന്നും കൂടുതലായി വിശദീകരിക്കാൻ നമുക്ക് സമയക്കുറവുണ്ട്. പിന്നെ ഖുർആൻ പറയുന്നത് വല്ലദീന ഇസ്തജാബൂ ലിറബ്ബിഹിം വഅഖാമുസ് സ്വലാത വഅംറുഹും ശൂറാ ബൈനഹും വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ വല്ലദീന ഇദാ അസ്വാബഹുമുൽ ബഗ്യു ഹും വല്ലദീന ഇദാ അസാബഹുമുൽ ബഗ്യു, അവർക്ക് എന്തെങ്കിലും ബഗ്യകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മർദ്ദനങ്ങൾ, പീഡനങ്ങൾ അവർക്ക് വന്നാൽ ഹും യുൻതസിറൂൻ, അതിന്റെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നവർ, രക്ഷാ നടപടികൾ സ്വീകരിക്കുന്നവർ. അപ്പൊ ഭീരുവല്ല ഒരു യഥാർത്ഥ മുസ്ലിം. അപ്പൊ തുടക്കത്തിൽ നമ്മൾ പൊറുക്കണോന്ന് പറഞ്ഞതോ രണ്ടായത്തിലൂടെ പറഞ്ഞു. മുസ്ലിമീങ്ങളുടെ രണ്ട് ഗുണങ്ങൾ പറഞ്ഞു. ഒന്നെന്താണ്? ദേഷ്യം വന്നാൽ ആ ദേഷ്യത്തെ ഒതുക്കി ആ വന്നവരോട് പൊറുക്കാൻ കഴിയണം. അതെന്താ? അയാൾക്കെതിരെ എന്തും ചെയ്യാൻ നമുക്ക് പറ്റും. അയാളെ വേണമെങ്കിൽ ഡിസ്മിസ് ചെയ്യാൻ പറ്റും. അയാളെ വേണമെങ്കിൽ നമുക്ക് രണ്ടെണ്ണം കൊടുക്കാൻ കഴിയും. ഒന്ന് സബൂർ ചെയ്യുക, ക്ഷമിക്കുക. ഇനി അയാൾ അങ്ങനെ ക്ഷമിച്ചിട്ട് കാര്യമല്ല, അയാൾക്ക് വിട്ടുവീഴ്ച ചെയ്തിട്ടും അയാളോട് മാപ്പ് കൊടുത്തിട്ടും കാര്യമല്ല. ഇതേ പല്ലവി തന്നെ അയാൾ വീണ്ടും ചെയ്യുമെങ്കിൽ പിന്നെ അയാളോട് ക്ഷമിക്കാൻ പാടില്ല, പിന്നെ അയാൾക്ക് വിട്ടുവീഴ്ച ചെയ്യാനും പാടില്ല. അയാളോട് ആ രീതിയിൽ തന്നെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണം. നമ്മുടെ സമ്പത്ത് കൈക്കലാക്കാൻ ഒരാൾ വന്നു, കള്ളൻ വന്നു എങ്കിൽ അയാളെ പേടിച്ച് നമ്മൾ സമ്പത്ത് അയാൾക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല എന്നാണ്. എന്ത് ചെയ്യണം? പിന്നെ നബിതങ്ങൾ ചോദിച്ചു, നബിതങ്ങളോട് ഓരോ ചോദിച്ചു, സ്വഹാബി നബി, എന്റെ സമ്പത്ത് വിട്ടുകൊടുക്കാതിരുന്നാൽ എന്നെ അദ്ദേഹം കൊല്ലപ്പെടുത്തിയാലോ? ആ സമയത്ത് നബിതങ്ങൾ പറഞ്ഞു, നിന്നെ അദ്ദേഹം കൊലപ്പെടുത്തിയാൽ നിനക്ക് ഷഹീദിന്റെ കൂലിയുണ്ട്. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇങ്ങോട്ട് എതിരിടാൻ വന്ന ഒരാളെ പേടിച്ചു ഓടുന്ന ഒരു രീതി, അത് മുസ്ലിമിന്റെ രീതിയല്ല. പേടിച്ചു ഓടിയാൽ പിന്നെ കാലാകാലയിൽ ഭൂമി ലോകത്ത് ജീവിക്കാൻ നമുക്ക് പറ്റണം. എന്നാലല്ലേ ഓടിയിട്ട് കാര്യമുള്ളൂ. കുറെ കഴിഞ്ഞാൽ നമ്മളെല്ലാരും മരിക്കൂലേ? അത് ഇപ്പോ ഭീരുവായിട്ട് എനിക്ക് മരിക്കണ്ട, ഇവൻ കൊല്ലുകയാണെങ്കിൽ കൊല്ലോട്ടെ. മതത്തിന്റെ പേരിലാണെങ്കിലും സമ്പത്തിന്റെ പേരിലാണെങ്കിലും നമ്മൾ എതിരിടാതെ ഭീരുവായിട്ട് പോവാൻ പാടില്ല. ഇങ്ങോട്ട് എതിരിടാൻ വരുന്ന ആളുകളോട് ആ രീതിയിൽ തന്നെ എതിരിടണം. അത് ഇസ്ലാമിന്റെ ഒരു രീതിയാണ്. വിട്ടുവീഴ്ച ചെയ്യണ്ടേ? വിട്ടുവീഴ്ച ചെയ്യണം. വിട്ടുവീഴ്ച ചെയ്യുന്നത് കൊണ്ട് ഗുണമുണ്ട്. അവൻ ഇനി ഉപദ്രവിക്കാതിരിക്കും, അവൻ നന്നാവും. അവനിൽ വിട്ടുവീഴ്ച ചെയ്യുന്നത് കൊണ്ട് വേറെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ട്, നമുക്ക് ബോധ്യമുണ്ട് എങ്കിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാം.
അല്ലാത്ത ആളുകളോട് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ ചുരുക്കത്തിൽ ഈ വക കാര്യങ്ങളെല്ലാം ഒരു മുഅ്മിനായ ഒരു മനുഷ്യനിൽ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഇതെല്ലാം ഉള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യനാണ് പരലോകത്ത് എന്നെന്നും ശേഷിക്കുന്ന ആ സൗഭാഗ്യങ്ങളും അല്ലാഹു തആല ഭൂമി ലോകത്തുള്ളതിനേക്കാൾ ഉത്തമമായ ഗുണങ്ങളും വെച്ചിട്ടുള്ളത്. അതല്ലാതെ ജനങ്ങളെ ഫമാ ഊതീതും മിൻ ശൈഇൻ ഫമതാഉൽ ഹയാത്തിദ് ദുനിയ വമാ ഇൻദല്ലാഹി ഖൈറുൻ വഅബ്ഖാ. ദുനിയാവിൽ നിങ്ങൾക്ക് നൽകപ്പെട്ട ഈ ദുനിയാവിന്റെ വിഭവങ്ങളെല്ലാം താൽക്കാലികമാണ്. ഇതെല്ലാം ഇട്ടേച്ചുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോവേണ്ടി വരും. ഇതൊക്കെ താൽക്കാലികമാണ്. എന്നെന്നും ശേഷിക്കുന്നത് അല്ലാഹുവിൽ ഉള്ളത് മാത്രമാകുന്നു എന്ന ഖുർആനിന്റെ ഈ വചനം നമ്മളെല്ലാവരും ചിന്തിക്കുക. ഇത് നേടിയെടുക്കേണ്ടവർ ആര് എന്ന് ഖുർആൻ പറഞ്ഞു. ആ നേടിയെടുക്കേണ്ട ആ വിഭാഗങ്ങളിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുകയും ചെയ്യുക. ഒന്നാമത് വിശ്വാസികളാവണം, യുക്തിവാദികളാവാൻ പാടില്ല. രണ്ടാമത്തത് അല്ലാഹുവിൽ എല്ലാ കാര്യവും പരമേൽപ്പിക്കുന്നവരാവണം. മൂന്നാമത് വൻ പാപങ്ങളും വഷളൻ പ്രവർത്തനങ്ങളും അവന്റെ ജീവിതത്തിൽ നിന്ന് അവൻ ഒഴിവാക്കണം. ദേഷ്യം വന്നാൽ അവൻ അതിനെ പൊറുക്കാൻ കഴിവുള്ളവനാവണം. അല്ലാഹു അവനോട് കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുന്നവനാവണം. അതേപോലെ നിസ്കാരം നിലനിർത്തുന്നവനാവണം. കാര്യങ്ങൾ കൂടിയാലോചനകളിലൂടെ തീരുമാനമെടുക്കുന്നവർ